എന്നതാ കൊച്ചേ, സുഖല്ലേ? ഞാനാണ് റെബേക്ക. ഞാൻ എന്റെ അപ്പൻ ലാബാന്റെ ആടുകളെയും തെളിച്ചു കിണറ്റിൻ കരയിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാതാ വരുന്നൊരുത്തൻ, യാക്കോബ്. പുള്ളിക്കാരൻ എന്നെ കണ്ടപ്പോഴേക്കും അങ്ങ് കരച്ചിലോട് കരച്ചിലായിരുന്നു. എന്താണെന്നറിയാമോ, നമ്മൾ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം പുള്ളിക്ക് അപ്പോഴേ ഉള്ളി തട്ടി. എന്റെ അപ്പന്റെ പെങ്ങളുടെ മോനായി വരുന്നത് കണ്ടപ്പോഴേ എനിക്കും തോന്നി, ഇവൻ കൊള്ളാം, അന്തസ്സുള്ള കൂട്ടത്തിലാന്ന്. പുള്ളി എന്നെ കെട്ടാൻ വേണ്ടി എന്റെ അപ്പന്റെ കീഴിൽ 7 കൊല്ലം കൂലിപ്പണി എടുക്കാന്ന് അപ്പനോട് സമ്മതിച്ചു. 7 കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ വെറും 7 ദിവസം പോലെ പോയി. പുള്ളിക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. കല്യാണ രാത്രിയിൽ എന്റെ അപ്പൻ വലിയൊരു ചതി ചെയ്തു. എന്നെ മാറ്റിയിട്ട് എന്റെ ചേച്ചി ലേയെ അങ്ങ് തട്ടിവിട്ടു. ഇരുട്ടത്തായതുകൊണ്ട് പാവം യാക്കോബ് അറിഞ്ഞതുമില്ല. പിറ്റേന്ന് രാവിലെ വെട്ടം വീണപ്പോഴല്ലേ സംഗതി ബോധ്യമായത്. ഇതെന്താ ലാബാനെ ഈ കാണിച്ചേ എന്ന് യാക്കോബ് കടുപ്പത്തിൽ ചോദിച്ചപ്പോ അപ്പൻ പറയുന്ന ന്യായം കേൾക്കണോ? മൂത്തവൾ ഇരിക്കുമ്പോ ഇളയവളെ കെട്ടിച്ചു വിടാൻ ഇവിടെ നടപ്പില്ലാന്ന്. നല്ല ഒന്നാന്തര ഉത്തരം. പക്ഷെ പുള്ളി തളർന്നില്ല. എന്നെ കെട്ടാൻ വേണ്ടി പിന്നെയും 7 കൊല്ലം പണിയെടുത്തു. ആകെ 14 കൊല്ലം. കൊച്ചുങ്ങളെ, ഇൻസ്റ്റന്റ് അല്ല, കോൺസ്റ്റന്റ് ആണ് പ്രധാനം. നമുക്ക് എല്ലാം ഇൻസ്റ്റന്റ് ആയി കിട്ടണം. ഇൻസ്റ്റന്റ് ഫുഡ്, ഇൻസ്റ്റന്റ് സക്സസ്. പക്ഷെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമുണ്ട്, ഗുഡ് തിങ്സ് ടേക്ക് ടൈം. 7 വർഷം കാത്തിരുന്നിട്ട് കല്യാണ ദിവസം കിട്ടിയത് ഒരു വലിയ ചതിയാത്തോ. ലാബാൻ ശരിക്കും ഒരു വില്ലനായി മാറിയ നിമിഷം. പക്ഷെ അതും എന്നെ തളർത്തിയില്ല. എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്. ഏശയ്യാ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യം, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല.